നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷം. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മലപ്പട്ടത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ 15 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. മെയ് 14 നടന്ന സംഭവത്തിൽ കേസെടുത്തത് വെള്ളിയാഴ്ച. പള്ളൂർ ഇരട്ടപ്പിലാക്കൂലിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിന് തീപിടിച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണകൾ പങ്കുവെച്ച് ബലിപെരുന്നാൾ ആഘോഷമാക്കി ഇസ്ലാം മതവിശ്വാസികൾ. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരിയിലെ പള്ളികളിലും മറ്റും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കി ബലിപെരുന്നാൾ ആഘോഷമാക്കി ഇസ്ലാം മതവിശ്വാസികൾ. തലശ്ശേരിയിലെ വിവിധ പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇബ്രാഹിം നജ്വി നേതൃത്വം നൽകി. സാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾ നൽകിയും മധുരം കൈമാറിയും ആലിംഗനം ചെയ്തും വിശ്വാസികൾ സ്നേഹം പങ്കിട്ടു. തലശ്ശേരി ഓടത്തിൽ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇബ്രാഹിം പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകി. മട്ടാമ്പ്രം ജുമാ മസ്ജിദിൽ വി അബ്ദുൽ ലത്തീഫ് ഫൈസയും, തലശ്ശേരി സൈദാർ പള്ളിയിൽ അൻവർ സാബിത്ത് അസ്ഹരിയും, ടൗൺ ഹാൾ മസ്ജിദിൽ തൗഫീഖ് മൗലവിയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പള്ളൂർ ഇരട്ടപ്പിലാക്കൂലിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിന് തീപിടിച്ചു. കർണാടകയിൽ നിന്നും കോഴികളുമായി എത്തിയ പിക്കപ്പ് വാൻ ലോഡ് ഇറക്കിയ ശേഷം നിർത്തിയിട്ടതായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. മാഹിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീ അണച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 9:50ഓടെയായിരുന്നു സംഭവം. കോഴികളെ എത്തിച്ച വാഹനം ലോഡിറക്കി AVS സിൽവർ ജൂബിലി ഹാളിന് സമീപത്തെ സ്ഥലത്ത് നിർത്തിയിട്ടതായിരുന്നു. ഡ്രൈവർ അഴിയൂർ സ്വദേശി P സഞ്ജിത്ത് ഭക്ഷണം കഴിക്കാനായി മാറിയപ്പോഴാണ് KL 56V 8674 നമ്പർ പിക്കപ്പ് വാനിൽ നിന്നും തീ ഉയരുന്നത് മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിർത്തിയിട്ട വാഹനം കത്തുന്നത് കണ്ടവർ മാഹി ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ സമീപത്ത് നിർത്തിയിട്ട മറ്റു വാഹനങ്ങൾ മാറ്റി. ഉടൻ തന്നെ സ്ഥലത്ത് കുതിച്ചെത്തിയ ഫയർഫോഴ്സ് 3/4 മണിക്കൂറോളം പണിപ്പെട്ട് തീയണച്ചു. വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി. ലീഡിംഗ് ഫയർമാൻ UK രാകേഷ്, സേനാംഗങ്ങളായ സനൂപ് വളവിൽ, വിനോദ്, ധനേഷ്, ഡ്രൈവർ P മുത്തുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ മലപ്പട്ടത്ത് സംഘടിപ്പിച്ച ജനാധിപത്യ അതിജീവന യാത്രക്കിടെയുണ്ടായ സംഘർഷത്തിനിടെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ 15 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. മെയ് 14 നടന്ന സംഭവത്തിൽ കേസെടുത്തത് കഴിഞ്ഞ ദിവസം. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി PR സനീഷ്, രാധാകൃഷ്ണൻ, സുബോധ്, റഷീദ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റു 11 പേർക്കെതിരെയുമാണ് മയ്യിൽ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ മെയ് 14 സംഭവം നടന്നത്. CPM ലോക്കൽ സെക്രട്ടറി പിറ്റേന്ന് തന്നെ മയ്യിൽ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുത്തിരുന്നില്ല. ഒടുവിൽ 23-ാം ദിവസം വെള്ളിയാഴ്ച കേസെടുക്കുകയായിരുന്നു. 14 നടന്ന സംഘർഷത്തിൽ പൊതുജന സമാധാനത്തിന് തടസ്സമുണ്ടാക്കും വിധം പരസ്പരം കുപ്പിയെറിയുകയും ഏറ്റുമുട്ടുകയും ചെയ്തതിന് 25 CPM പ്രവർത്തകർക്കെതിരെയും 50 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് അന്ന് തന്നെ സ്വമേധയാ കേസെടുത്തിരുന്നു. പതിവ് തെറ്റാതെ
തെറ്റാതെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബലിപെരുന്നാൾ ദിനത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് തലശ്ശേരി CH സെന്റർ പ്രവർത്തകർ. CH സെന്റർ ഓഫീസ് പരിസരത്ത് ചാലിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. എന്നും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായ തലശ്ശേരി CH സെന്റർ പ്രവർത്തകർ പതിവ് തെറ്റാതെ പെരുന്നാൾ ദിനത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണവുമായി എത്തി. CH സെന്റർ രൂപീകൃതമായ കാലം മുതൽ തന്നെ ഓണം, റംസാൻ തുടങ്ങി ഓരോ വിശേഷ ദിവസങ്ങളിലും സെന്റർ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. തലശ്ശേരി CH സെന്റർ ചെയർമാനും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ K. സൈനുൽ ആബിദീനാണ് ഭക്ഷണ വിതരണത്തിനാവശ്യമായ മുഴുവൻ ചിലവും വഹിക്കുന്നത്. ഇത്തവണയും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല. ആശുപത്രിക്ക് സമീപത്തെ CH സെന്റർ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് ചാലിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത് ഉദ്ഘാടനം ചെയ്തു. നല്ല മനസ്സ് കാണിക്കുന്ന ആ സമൂഹം നമുക്ക് ആവശ്യമാണ്. അതൊരു മാതൃകയായി ഇവിടെ സേവനം ചെയ്ത് ആശംസിക്കുകയാണ്. ശ്രവണയുടെ ബലിപെരുന്നാൾ നമുക്കറിയാം. അതിന് ത്യാഗങ്ങളിലേക്ക് പോലും ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചിട്ട്. എന്നിരുന്നാലും ഒരു ക്രിസ്ത്യാനിയായ ഒരു വൈദികരെ സംബന്ധിച്ചും ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ അനുസ്ഥിതമാണ് ചെയ്യുന്നത്. ചരിത്രത്തില് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ആ മനുഷ്യൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലിയർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് പാപപരിഹാരം ഉണ്ടാകുന്നു. ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപ്തമാകുന്നു. ഈ ബലിയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരിക്കുവാൻ അവരുമായിട്ട് നമ്മുടെ കഴിവുകൾ പങ്കുവയ്ക്കാൻ, സമ്പത്ത് പങ്കുവയ്ക്കാൻ, സമയം പങ്കുവയ്ക്കാൻ സാധ്യമാക്കണമെന്ന്. കാരണം നാം എല്ലാവരും ഒരു നിത്യജീവൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ നിത്യജീവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുവാനാണ്. തലശ്ശേരി CH സെന്റർ വൈസ് ചെയർമാൻ ഡോക്ടർ CP നിസാമുദ്ദീൻ അധ്യക്ഷനായി. തലശ്ശേരി CH സെന്റർ അഡ്വക്കേറ്റ് K. ലത്തീഫ് സ്വാഗതം പറഞ്ഞു. K. കുഞ്ഞിമൂസ, PV റയീസ്, K. റഷീദ്, മുനീർ പെരിങ്ങത്തൂർ, KP അബ്ദുൾ ഗഫൂർ, തഫ്ലീം മണിയട്ട്, CKP റയീസ്, CKP മമ്മു, N. മൂസ, റഷീദ് തലായി, AK സക്കരിയ, PP സിറാജ്, K. റഷീദ്, UC മുസ്തഫ, ആഷിഖ് മട്ടാമ്പ്രം, റുഫൈസ്, ഹനീഫ, സലാം തുടങ്ങിയവർ പങ്കെടുത്തു. CPI തലശ്ശേരി മണ്ഡല സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP നിർവഹിച്ചു. 1925 ആരംഭിച്ച CPIയുടെ 100ാം വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ പരിശോധിക്കുമ്പോൾ പുതിയ സാമൂഹിക ക്രമത്തിനു വേണ്ടി നിരവധിയായ സഖാക്കൾ രക്തസാക്ഷിത്വം വഹിച്ചുവെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകൂടവുമായി സന്ധി ചെയ്തു പ്രവർത്തിച്ച ചരിത്രമാണ് RSSനുള്ളത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവർ ചെയ്തു. അതേസമയം കയ്യൂർ, കരിവള്ളൂർ, പുന്നപ്ര തുടങ്ങിയ സമരഭൂമികളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് CPI നടത്തിയത്. എന്നാൽ RSS ലക്ഷണമൊത്ത ക്ലാസിക്കൽ ഫാഷിസമാണ് നടപ്പിലാക്കുന്നത്. ആത്യന്തികമായ മാനവിക വിരുദ്ധമാണ് അവരുടെ ആശയങ്ങളെന്നും P. സന്തോഷ് കുമാർ പറഞ്ഞു. ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ധാരാളമായ ചർച്ചകൾ നടക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ച് ധാരാളമായ കാര്യങ്ങൾ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ 100 വർഷം പിന്നിട്ട ഇന്ത്യയിലെ ഒരു പാർട്ടിയുടെ, പിന്നിടുന്ന ഒരു പാർട്ടിയുടെ പുതിയ തലമുറ, സാങ്കേതിക അർത്ഥത്തിൽ, ഞാൻ പ്രായത്തിന്റെ അർത്ഥത്തിലല്ല പറയുന്നത്, 25-ൽ ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന് 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ അതിന്റെ പതാക ഏന്തി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവർ, കൈകളിൽ മാത്രമല്ല മനസ്സിലും ആ പതാക ഏന്തി ഒത്തുകൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ ഒരു 100 കൂട്ടം സംശയങ്ങളുണ്ട് എന്നത് ശരിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രസ്ഥാനം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. സ്വാഗത സംഘം ചെയർമാൻ പൊന്നകൃഷ്ണൻ പതാക ഉയർത്തി. ജനറൽ കൺവീനർ C. സജീവൻ സ്വാഗതം പറഞ്ഞു. CPI തലശ്ശേരി മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ, C. വിജയൻ, M. ബാലൻ, മഹേഷ് കുമാർ മഠത്തിൽ, അഡ്വക്കേറ്റ് K. ഗോപാലൻ, CN ഗംഗാധരൻ, കാരായി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള സന്ദർശനത്തിനെത്തിയ ഓസ്ട്രേലിയൻ ചീഫ് വിപ്പ്
MP ലീറ്റർ ലാമിസ് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധി സംഘം പൊന്നം കുണ്ടുചിറയിലെ കതിരൂർ ഗുരുക്കൾ സ്മാരക കളരി സംഘം സന്ദർശിച്ചു. കളരി പ്രദർശനം ഏറെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് സംഘം വീക്ഷിച്ചത്. കതിരൂർ ഗുരുക്കളും തച്ചോളിയോധനും അംഗം വെട്ടിമരിച്ച മണ്ണിൽ കതിരൂർ ഗുരുക്കളുടെ സ്മരണ നിലനിർത്താൻ ആരംഭിച്ച പൊന്നം കുണ്ടുചിറയിലെ കതിരൂർ ഗുരുക്കൾ സ്മാരക കളരി സംഘം സന്ദർശിച്ച് ഓസ്ട്രേലിയൻ ചീഫ് വിപ്പ് MP ലീറ്റർ ലാമിസ് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധി സംഘം നോർത്തേൺ മെട്രോപൊളിറ്റൻ റീജിയൻ ഷീന വാർഡ് MP, ഡെപ്യൂട്ടി ഗവൺമെന്റ് വിപ്പ് ബെലിൻഡ വിൽസൺ MP, ജുലൈന എഡിസൺ MP, ഫിന്നി മാത്യു, അനിൽ കൊളാനുകണ്ട തുടങ്ങിയവരാണ് കളരി സംഘത്തിൽ എത്തിയത്. കളരി പരിശീലനത്തിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനവും ഓസ്ട്രേലിയൻ ചീഫ് വിപ്പ് MP ലീറ്റർ ലാമിസ് നിർവഹിച്ചു. തുടർന്ന് കളരി പരിശീലനം നേടിയ കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രദർശനവും നടന്നു. വാൾപ്പായറ്റും ഉറുമിപ്പായറ്റും മെയ്പ്പായറ്റുമെല്ലാം ഏറെ അമ്പരപ്പോടെയാണ് സംഘം വീക്ഷിച്ചത്. കളരി ഗുരുക്കന്മാരായ AK പുരുഷോത്തമൻ, MV ഗണേശൻ, TM ഹരിദാസൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. TB ജിൽ, സുരേഷ് ബാബു, ഷൈജു പുല്യോടി, MP വിനോദ് കുമാർ എന്നിവരും പങ്കെടുത്തു. ഓസ്ട്രേലിയൻ സംഘാംഗങ്ങളെ കാണാനും കളരി പ്രദർശനം വീക്ഷിക്കാനും വിവിധ പ്രദേശങ്ങളിലുള്ള നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. My parliamentary colleagues, I want to thank KGS Colory for the wonderful performance that we've just witnessed. This amazing art form that we've witnessed here tonight has been truly memorable. We'll hold this with us dearly for a long time to come. I want to thank all the kids of all different ages, as well as the adults who have been performing and practicing so hard to make this performance happen. I want to thank you for the opportunity to share it with us. You are so inspiring, and we wish you well with your future studies as well. Thank you. മാഹി ഗവൺമെന്റ് ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ഭക്ഷണം നൽകി 13ാം വർഷവും മാഹി CH സെന്റർ. മാഹി MLA രമേശ് പറമ്പത്ത് ഭക്ഷണ വിതരണവും സ്നേഹസംഗമവും ഉദ്ഘാടനം ചെയ്തു. മാഹി CH സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്ഷണ വിതരണവും സ്നേഹസംഗമവും മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ പെരുന്നാൾ ദിനത്തിലും അവർ മറക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ ഈ വർഷവും ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് ഉച്ചഭക്ഷണം ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CH സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം മാത്രമല്ല, മാഹിയിലെ ഈ തരത്തിലുള്ള ആളുകൾക്ക് മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിവിധ തലങ്ങളിൽ കൈനീട്ടി സഹായിക്കുന്ന ഒരു സംഘടനയാണ് മാഹി മേഖല CH സെന്റർ. ആശുപത്രിയായാലും ആരോഗ്യരംഗമായാലും
ജനക്ഷേമ രംഗത്തായാലും ഒക്കെ തന്നെ CHS സെന്ററിന്റെ ഒരു കൈത്താങ്ങ് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ മേഖലകളിലും പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. CHS സെന്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മാഹി മേഖലാ പ്രസിഡന്റ് PTK റഷീദ്, ലീഗ് നേതാക്കളായ ഇബ്രാഹിം കുട്ടി തൊണ്ടൻഡവിട, EK മുഹമ്മദ് അലി, K അലി ഹാജി, AV അൻസാർ, ഫിറോസ് കാളാണ്ടി, AV സലാം എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് താഹ, റംഷാദ് കൂടാളി, റസ്മൽ, മുഹമ്മദ് റംസാൻ എന്നിവർ നേതൃത്വം നൽകി. CPIM മേനപ്രം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ച ശവസംസ്കാര സന്നദ്ധ സേന ഫ്യൂണറൽ ഫോഴ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നോർത്ത് മേനപ്രം കൂത്തുപറമ്പ് രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ സ്മൃതി മണ്ഡപത്തിന് സമീപം CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം ജാതിയെയും മതത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യം ആന്തരികമായി ആഭ്യന്തരിതമായി വിഭജിതമായിരിക്കുന്നു. എന്നാൽ അങ്ങനെ വിഭജിക്കപ്പെടാത്ത ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെ പോലെ, രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളെ പോലെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളായി. നമ്മളങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ഏത് മതക്കാരൻ ഏത് ജാതിക്കാരെന്നല്ല, ആ വിവാഹത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവും. ജാതിയും മതവും നോക്കിയിട്ടല്ല. മരണമുണ്ടായി, ജാതിയും മതവും നോക്കിയിട്ടല്ല വീട്ടിലേക്ക് അരച്ചെല്ലുക. എല്ലാവരും പോകും. ഉത്സവാഘോഷങ്ങൾ, എല്ലാവരും ആ ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളാണ്. നമ്മൾ കാണുന്നില്ലേ, പുതുവത്സരം വരുന്ന സമയത്ത് മിക്കവാറും എല്ലാ വീട്ടിന് മുമ്പിൽ നക്ഷത്രം വെച്ചിട്ടുണ്ടാവും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എല്ലാ വീട്ടിന് മുമ്പിൽ നക്ഷത്രം ഉണ്ടാവും. ഓണാഘോഷം, വ്യത്യസ്ത ആഘോഷങ്ങളിൽ ഒരേപോലെ പങ്കാളികളാകുന്നു. സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകുന്നു. അങ്ങനെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി, ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളായി, ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്നും ജീവിക്കുന്ന മനുഷ്യര് ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് ഒറ്റ ഇടം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ ഇടമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കൊച്ചു കേരളം. ഏരിയ കമ്മിറ്റി അംഗം V ഉദയൻ അധ്യക്ഷനായി. എല്ലാ മതസ്ഥരുടെയും ആചാരങ്ങൾക്കനുസരിച്ചുള്ള ചടങ്ങുകൾ പരിശീലിച്ച 45 വളണ്ടിയർമാരാണ് ഫോഴ്സിലുള്ളത്. അതിനാവശ്യമായ സാധന സാമഗ്രികളും ഫോഴ്സ് ഒരുക്കിക്കൊടുക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VK രാഗേഷ്, KK സുധീർ കുമാർ, A പ്രദീപൻ, N അനൂപ്, DYFI ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ എന്നിവർ സംസാരിച്ചു. CPIM മേനപ്രം ലോക്കൽ സെക്രട്ടറി T ജയേഷ് സ്വാഗതവും KP ഷിനോജ് നന്ദിയും പറഞ്ഞു. ഫ്യൂണറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖലയിൽ ജാതിമത രാഷ്ട്രീയം ഏതുമാകട്ടെ, ഒരു വ്യക്തി മരണപ്പെട്ടാൽ മരണപ്പെട്ട ആ സമയം മുതൽ സംസ്കാരവും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ് ഫ്യൂണറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് മുൻ മാതൃകകളില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും സംഘടിതമായി ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഫ്യൂണറൽ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ മതസ്ഥരുടെയും അതാത് മതത്തിന്റെ ആചാരപ്രകാരം ശവസംസ്കാരം നടത്തുന്ന ഒരു കാര്യം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും സമൂഹത്തിന് ഏറ്റവും നന്നായി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ
യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3-ാം സ്ഥാനവും BComൽ 7-ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. Courses offered: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. തിരികെ വാർത്തകളിലേക്ക്. ബഹ്റിനിലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുസ്തഫ ഹാജിയുടെ വീട്ടുമുറ്റത്ത് മുന്തിരി വിരിഞ്ഞു. മുറ്റത്തെ മുന്തിരിവള്ളിയിൽ കാഴ്ച നിൽക്കുന്ന മുന്തിരി കാഴ്ചക്കാരിൽ കൗതുകം നിറയ്ക്കുകയാണ്. വാർത്ത കാണാം. ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായ കാസിനോ പി മുസ്തഫ ഹാജിയുടെ വീട്ടിലെ മുറ്റത്തെ തോട്ടത്തിലാണ് മുന്തിരി വിരിഞ്ഞത്. ചെടികളോടും പക്ഷികളോടും ജീവജാലങ്ങളോടും ഒക്കെ കമ്പമുള്ള മുസ്തഫ ഹാജിയുടെ വീട്ടിലെ തോട്ടത്തിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇല്ലെന്നു തന്നെ പറയാം.
കൃത്രിമ വളങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ചെടികൾ പരിപാലിക്കുന്നത്. ചെടികളായാലും ജീവജാലങ്ങളായാലും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടും കൂടി പരിപാലിച്ചാൽ അതിനുള്ള ഫലം ലഭ്യമാകുമെന്ന് ഖാസിനോ പി മുസ്തഫ ഹാജി പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. സഹോദരത്വ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരെ മീറ്റത്ത് ഉണ്ടാക്കുക. സ്നേഹം മനസ്സിൽ കരുണയില്ലാതെ തന്നെ ഇതൊക്കെ വളരും. ഇതൊക്കെ നോക്കണമെങ്കിൽ മനസ്സിൽ സ്നേഹം വേണം. എല്ലാ ജീവിയാലെയും സ്നേഹിക്കാനുള്ള ഇവിടുത്തെ അമ്മാവിന് മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. പിന്നെ എവിടുന്ന സ്റ്റാർ ഫ്രൂട്ട്, അവക്കാഡോ, റംബൂട്ടാൻ, ഊർമാമ്പഴം, ചാമ്പയ്ക്ക, തായ്ലൻഡ് ആത്തച്ചക്ക, ഒട്ടുമാവ് തുടങ്ങി നിരവധി പഴവർഗ്ഗങ്ങളും മുസ്തഫ ഹാജിയുടെ തോട്ടത്തിലുണ്ട്. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മനേക്കര സ്വദേശിയായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വീട്ടിലെത്തിയാണ് മനേക്കര തട്ടാരത്ത് ക്ഷേത്രത്തിന് സമീപം നാമത്ത് വീട്ടിലെ ദയാകർ കുറുപ്പിനെ ആദരിച്ചത്. രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ സൈനിക നടപടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം അഭിനന്ദനം ഏറ്റുവാങ്ങിയാണ് ദയാകർ കുറുപ്പും സംഘവും തിരിച്ചെത്തിയത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഷാളണിയിച്ച് ആദരിച്ചു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് നല്ല ഒരു സന്തോഷമുണ്ട്. അവസരം കിട്ടി. ദുരന്തമുഖത്ത് അല്ലേ എല്ലാം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. വൈസ് പ്രസിഡന്റ് ടി റംല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ, അംഗങ്ങളായ നിഖിൽ, ഷീജ കരായി, ശ്രീനില ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ദയാകറിന്റെ ഭാര്യ ധന്യ, മക്കളായ ഋഷിത് നാരായണൻ, തനിഷ്ക നാരായണൻ എന്നിവരും പങ്കെടുത്തു. കേരള കർഷക സംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനം ജൂൺ 22 ഞായറാഴ്ച കുടക്കളത്തെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. CPM എരഞ്ഞോളി ലോക്കൽ സെക്രട്ടറി AK രമ്യ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. CK പ്രദീപൻ അധ്യക്ഷനായി. CV സുരാജ് സ്വാഗതം പറഞ്ഞു. C ഹരീന്ദ്രൻ, AD മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി P ബിജു ചെയർമാനായും നന്ദിത് ഷാജിയെ കൺവീനറായും തെരഞ്ഞെടുത്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും വനിതാ സാഹിതി മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മാധവിക്കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകഥാകൃത്ത് മേഘ്ന മുഖ്യപ്രഭാഷണം നടത്തി. മാധവിക്കുട്ടി അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം ചെറുകഥാകൃത്ത് മേഘ്ന നിർവഹിച്ചു. വായനശാല വനിതാവേദി പ്രസിഡന്റ് ഗീത ടീച്ചർ അധ്യക്ഷയായി. ചെറുകഥാരചനയിൽ മാതൃഭൂമി പുരസ്കാരം ലഭിച്ച മേഘ്നയെ വനിതാ സാഹിതി സംസ്ഥാന ട്രഷറർ KK ലതിക ആദരിച്ചു. ED ബീന സംസാരിച്ചു. വനിതാ സാഹിതി മേഖലാ സെക്രട്ടറി TK ബിന്ദു സ്വാഗതവും C പ്രസീത നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. MS Public School is among the trusted chambers who believes in meaningless service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School Panel. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം ഒരുക്കുന്നു ഞങ്ങൾ.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കാലം തെറ്റിപ്പെയ്ത മഴയിലും പിന്നാലെയുണ്ടായ അതികഠിനമായ ചൂടിലും മൊകേരി പഞ്ചായത്തിലെ കൂരാറ വയലിലെ ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു. ഇതോടെ കർഷകരും ദുരിതത്തിലായി. പതിവ് പോലെ ഏറെ പ്രതീക്ഷയോടെയാണ് മൊകേരി കൂരാറ വയലിലെ കർഷകർ പാടം ഉഴുതുമറിച്ച് നെൽവിത്ത് പാകിയത്. എന്നാൽ കാലം തെറ്റിപ്പെയ്ത മഴ കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയും ഇല്ലാതാക്കി. മുളച്ചുവന്ന ഞാർ വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ചില ഭാഗങ്ങളിൽ പാകിയ വിത്തും നശിച്ചു. 12 ഏക്കറോളം വിശാലമായ വയലാണ് കൂരാറയിലേത്. മഴയ്ക്ക് പിന്നാലെ എത്തിയ അതികഠിനമായ ചൂടും കർഷകർക്ക് വിനയായി. നെൽകൃഷി പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. നാളുകളായുള്ള കർഷകരുടെ അധ്വാനമാണ് കാലം തെറ്റിപ്പെയ്ത മഴയിൽ നശിച്ചതെന്ന് കൂരാറവയൽ പാടശേഖര സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ പറഞ്ഞു. കൂരാറവയൽ 12 ഏക്കറോളം സ്ഥലം ഉണ്ട് നെൽവയൽ. അതിൽ സാധാരണ 2-3 വർഷമായിട്ടും ഈ കാലം തെറ്റിയുള്ള കാലവർഷം കൃഷിക്കാരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ നെൽകൃഷിയിൽ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ വലിയ കഷ്ടപ്പാടാണ്. നെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കൊയ്തെടുത്ത് സംസ്കരിച്ചെടുക്കാൻ സ്ത്രീകളെ കിട്ടുന്നില്ല. ഈ പുല്ല് പറിക്കാനും കള പറിക്കാനും സ്ത്രീകളെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. എന്നാൽ പോലും വയലിൽ എല്ലാ ആളുകളും കുറച്ചൊക്കെ ആളുകളൊക്കെ ട്രാക്ടർ വെച്ച് നിലം ഉഴുത് വിത്തിടാൻ നോക്കുമ്പോഴേക്കും ആണ് മഴ തുടങ്ങിയത്. എന്നാൽ കുറച്ച് കർഷകരെങ്കിലും വിത്തിട്ട് കഴിഞ്ഞു. വിത്തിട്ട് കഴിഞ്ഞ വിത്താണെങ്കിൽ വിത്ത് പൊടിച്ചു വരുമ്പോഴേക്കും വെള്ളം കയറി മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും കുറച്ചൊക്കെ പൊടിക്കുകയും ബാക്കി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ്. മുഴുവൻ തുടർച്ചയായ മഴ കാരണം നെല്ല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെല്ല് പൊടിച്ചു വന്ന നെല്ലും നശിച്ചു പോയിരിക്കുകയാണ്. കൃഷിഭവനിൽ നിന്ന് വിത്ത് സൗജന്യമായി കിട്ടിയിരുന്നു. അത് ബാക്കി ട്രാക്ടർ കൊടുത്ത പൈസയെല്ലാം കർഷകൻ കൊടുത്താണ്. അതുകൊണ്ട് കൃഷിക്കാരന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ പതിയണമെന്ന് പറയാനുള്ളത്. നഷ്ടപരിമായിട്ട് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. കൃഷിക്കാവശ്യമായ വിത്ത് കൃഷിഭവനിൽ നിന്നും സൗജന്യമായി ലഭിച്ചിരുന്നു. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും വരവിനേക്കാൾ ഉള്ള ചിലവുമെല്ലാം കർഷകരെ ദുരിതത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇരട്ടി ദുരിതമായി കാലം തെറ്റിപ്പെയ്ത മഴയും വന്നെത്തി ഇവരുടെ അധ്വാനം ഇല്ലാതാക്കിയത്. എരുവെട്ടി വെസ്റ്റ് LP സ്കൂൾ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ചിത്രകാരൻ പൊന്ന്യൻ സുനിൽ പോസ്റ്റർ വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രകാരൻ പൊന്ന്യം സുനിൽ പോസ്റ്റർ വരച്ച് ഉദ്ഘാടനം ചെയ്തു. പൂന്തോട്ട നിർമ്മാണം, ക്യൂസ് മത്സരം, കിളിക്കുരു തണ്ണീർക്കുടം, അമ്മമരം, അരുമമരം എന്നിങ്ങനെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു.
പ്രധാനാധ്യാപിക KC മിനിമോൾ, അധ്യാപകരായ ശ്രീജ കരായി, CK ഷജിഷ എന്നിവർ നേതൃത്വം നൽകി. നിത്യവും നാം ഭൂമിക്കു പച്ചപ്പുതപ്പേകി പാനൂർ ബൈപ്പാസ് റോഡിൽ പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ K ഷഹീദ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ സഹകരണ ആശുപത്രി പുതിയ മാനേജ്മെന്റിന് കീഴിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ ബൈപ്പാസ് റോഡിലാണ് പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയത്. ഡോക്ടർ K ഷഹീദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹോസ്പിറ്റൽ ഫാർമസി ഉദ്ഘാടനം PPA ഹമീദ് നിർവഹിച്ചു. മെഡിക്കൽ ലാബ് ഉദ്ഘാടനം മമ്പറം ദിവാകരൻ നിർവഹിച്ചു. ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭ പ്രഥമ അധ്യക്ഷ KV റംല ടീച്ചർ നിർവഹിച്ചു. റഹീം പാക്കഞ്ഞി അധ്യക്ഷനായി. ഡോക്ടർ MK സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ NA കരീം, PK പ്രവീൺ, KK സുധീർ കുമാർ, പാർക്കോ ഗ്രൂപ്പ് ചെയർമാൻ PP അബൂബക്കർ പാർക്കോ, T മൗറൂഫ്, KE കുഞ്ഞബ്ദുള്ള, ഡോക്ടർ സഹീദ്, R അബ്ദുള്ള മാസ്റ്റർ, V സുരേന്ദ്ര മാസ്റ്റർ, KK ധനഞ്ജയൻ, സമീർ പറമ്പത്ത്, യൂനുസ് പട്ടാടം, അലി കുയ്യാലിൽ, T അബൂബക്കർ, യാക്കൂബ് എലാങ്കോട്, ശശി മാസ്റ്റർ, K മഹമ്മൂദ്, TK റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. PK ദിവാകര മാസ്റ്റർ സ്വാഗതവും KB ഇസ്മയിൽ നന്ദിയും പറഞ്ഞു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷം. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മലപ്പട്ടത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ 15 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. മെയ് 14 നടന്ന സംഭവത്തിൽ കേസെടുത്തത് വെള്ളിയാഴ്ച. പള്ളൂർ ഇരട്ടപ്പിലാക്കൂലിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിന് തീപിടിച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.